that give us freedom to love, forgive, and be grateful. She rises like a phoenix to better the values and life of the upcoming generations. I invite Srimati Kala Kamal Madam to introduce the initiative board. വേദിയിലായിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾ, അതുപോലെ തന്നെ സദസ്സിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞു. ശരിക്കും ബോധ്യം എന്താണ് എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും അല്ലേ? എന്തായിരിക്കും ബോധ്യം എന്നുള്ളത്. അപ്പം ഞാനിതിനെ ഇങ്ങനെ ഒരു കുഞ്ഞൊരു സ്റ്റോറിയുടെ രൂപത്തിൽ ഞാൻ ആദ്യം ഒന്ന് അവതരിപ്പിക്കാം. ഞാൻ ഇടയ്ക്ക് ഞാൻ മൊബൈലൊന്ന് റീൽസ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്, ഒരു കുഞ്ഞ് പറയുന്ന വീഡിയോ ആണ്, ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്: രണ്ട് കുറുക്കന്മാരുണ്ട്. അതിൽ ഒരു കുറുക്കൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും വളരെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കുറുക്കനാണ്. മറ്റൊരു കുറുക്കൻ എന്ന് പറയുന്നത് ദേഷ്യത്തിൻ്റെയും ഇരുട്ടിൻ്റെയും നിരാശയുടെയും കുറുക്കനാണ്. അപ്പോൾ ഒരു കുഞ്ഞു ചോദ്യം കൂടി: ഈ രണ്ട് കുറുക്കന്മാർ തമ്മിൽ തല്ലുകൂടുമ്പോൾ നോർമലി ആരാ ജയിക്കുക? എനിക്ക് ആൻസർ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്നേഹത്തിന്റെ അല്ലേ? അല്ലേ? സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കുറുക്കനും ഇരുട്ടിന്റെയും നിരാശയുടെയും കുറുക്കൻ, രണ്ട് കുറുക്കന്മാർ തമ്മിൽ തല്ലുകൂടുമ്പോൾ ജയിക്കുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കുറുക്കനാണ് എന്നൊരു ചിന്തയാണ് അല്ലേ? പക്ഷെ അതിന്റെ ഉത്തരം ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി പിടിക്കുവാണ്. ഏത് കുറുക്കനാണോ ആരോഗ്യമുള്ളത്, നമ്മൾ ഏത് കുറുക്കനാണോ നല്ല ഭക്ഷണം കൊടുത്ത് ആരോഗ്യമുള്ളത്, ആ കുറുക്കനെ ജയിക്കത്തുള്ളൂ. നമ്മൾ എന്തിനാണോ ഫീഡ് ചെയ്യുന്നത്, ഏതിനാണോ ഫീഡ് ചെയ്യുന്നത്, ഏതിനാണോ ആരോഗ്യം വെക്കുന്നത്, അതേ ജയിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഫീഡ് ചെയ്യുന്നത് നിരാശയുടെയും ഇരുട്ടിന്റെയും കുറുക്കനാണെന്നുണ്ടെങ്കിൽ അതേ ജയിക്കത്തുള്ളൂ. സ്നേഹത്തിനും സമാധാനത്തിനുള്ള വാല്യൂ കാണത്തില്ല, അത് തോന്നും. പക്ഷെ സ്നേഹത്തിനും സമാധാനത്തിനുമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരോ ജയിക്കുക, അതേ ജയിക്കത്തുള്ളൂ. പ്രബോധനം എന്ന് പറയുന്ന ഒരാശയം, ഇതിനകത്ത് വെളിച്ചം, സമാധാനം, സന്തോഷം, ലൈഫിനെ എല്ലാ ഇരുട്ടറയ്ക്കകത്ത് കിടക്കുന്ന വ്യക്തികളെയും തിരിച്ച് ലൈഫിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു കൂട്ടമാണ് ബോധ്യം. അതിനാശയം ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ചുറ്റും ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ, അതായത് പണ്ടൊക്കെ നമ്മൾ സൂയിസൈഡ് എന്ന് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്, എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ കേൾക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോ സൂയിസൈഡ് നമ്മൾ ഡെയിലി, അതായത് 1ാം ക്ലാസ് മുതൽ 6 വയസ്സായ കുഞ്ഞു മുതൽ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവൻ തിങ്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്, അവൻ ട്രൈ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കൊണ്ടും ആൾക്കാർ ഇരുട്ടറയ്ക്കകത്ത് കിടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരായിട്ട് നിന്നുകൊണ്ട് അവരെ എന്താണോ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരില്ല എന്ന കാരണം കണ്ടെത്തി. അങ്ങനെ ഹൃദയത്തിൽ തോന്നിയ ഒരു ആശയമാണ് എന്തുകൊണ്ട് കേരളത്തിനകത്ത് സ്ട്രോങ് ആയിട്ട് കേളിക്കാരായിട്ട് 1000 സ്ത്രീകളെ ഒരുക്കിക്കൂടാ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി. ഈ ആശയം കൊണ്ട് ഞാൻ ആദ്യം ചൊല്ലുന്നത് ഫാദർ ഡോക്ടർ മനോജ് കെ ജി, എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന അദ്ദേഹത്തിനോടാണ്. അദ്ദേഹം ഉടനെ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, അന്ന് തുടങ്ങിക്കോളൂ. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ബോധ്യത്തിന്റെ ബാക്കിയുള്ള നടപടി ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചതും നിവർത്തിച്ചതും. ഏറ്റവും അധികം സന്തോഷം ഹൃദയത്തിലൊരു ആഗ്രഹവും കൊണ്ട് നടന്നപ്പോ അതേ ഇടയ്ക്കൊന്ന് ഈ ആഗ്രഹം ഒന്ന് താഴെ പോയി. കാര്യം ഞാൻ നോക്കിയിട്ട് എൻ്റെ അതേ ആവേശത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളെ കാണാനില്ല. എന്നാൽ എൻ്റെ ചുറ്റും ആരുണ്ട്? ആവശ്യക്കാരുണ്ട്. പക്ഷെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കൊടുക്കാൻ ആവേശത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. സോ ഒന്ന് താഴെ പോയി. ആ സമയത്താണ് എൻ്റെ ബോധ്യം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കുന്ന ലൈല മാം, ജ്യോതി മാം, തുളസി ഭായി മാം എല്ലാവരും വന്നത്. അപ്പൊ ഒന്ന് താങ്ങിയപ്പോ എന്നെക്കാളും ഊർജത്തോടു കൂടി അവർ കയറി വന്നിട്ട് പറഞ്ഞു, നമുക്ക് ചെയ്യാം.
സോ ഒരു മാറ്റങ്ങളുടെ തിരുനാളമാണ് ബോധ്യം. ആരും ഒറ്റയ്ക്കല്ല, ആരും ഒരു പ്രശ്നവും ലൈഫിനകത്ത് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. എല്ലാ കാര്യത്തിനകത്തും സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ബോധ്യം അതിൻ്റെ ഒരു ഡയറക്ടർ അല്ല, ഒരു ഇനിഷ്യേറ്റർ എന്ന് പറയുന്ന നിലയിൽ ഏറ്റവും വലിയ ആഗ്രഹം ആവശ്യക്കാരെക്കാൾ കൂടുതൽ ആവശ്യക്കാർക്ക് ഫീഡ് ചെയ്യാൻ പോസിറ്റീവ് എനർജി എപ്പോഴും ഫുൾഫിൽ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ സമൂഹം. സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് പ്രാധാന്യമില്ലാന്നല്ല, പുരുഷന്മാർക്ക് വളരെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്ത് അവർക്ക് വാല്യൂ കൊടുത്ത് അവരെ കൂടെ അംഗീകരിക്കുന്ന പോസിറ്റീവ് മൈൻഡുള്ള വളരെ പോസിറ്റീവ് എനർജറ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ ഇതിനകത്ത് കണക്ട് ആവണമെന്നുള്ള ആഗ്രഹമാണ്. അതിപ്പോഴേ അടുത്ത ലെവൽ കോഴിക്കോട് തിരിതെളിയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ബോധ്യം എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ആദ്യമേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്നതാണ് എന്ന് പബ്ലിക്കിനോട് പറഞ്ഞ് ലാബ് എടുപ്പിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ സൊസൈറ്റിയിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഞങ്ങളുടെ ലൈഫ് തന്നെ ഇതിനകത്തേക്ക് വേണ്ടി ഞങ്ങൾ ഒഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്ന ഈ ഒരു വേദിയിലേക്ക് വന്നതുകൊണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.